ശ്രീ ജയകുമാർ IAS ഒരിക്കൽ രവീന്ദ്രനെയും ജോൺസനെയും ഇങ്ങനെ താരതമ്യം ചെയ്യുകയുണ്ടായി. രവീന്ദ്രൻ ഇളകിമറിയുന്ന ഒരു കടലാണെങ്കിൽ ജോൺസൺ നല്ല താളം കൊണ്ട് ചെറിയ ആന്തോളനങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു ജലാശയമാണ്. അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത് ONV ജോൺസൺ കൂട്ടുകെട്ടിലുള്ള ഒരു ഗാനമാണ്. ONV ജോൺസൺ കൂട്ടുകെട്ടിലെ ഗാനം എന്ന് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരിക കൂടെവിടെ എന്ന സിനിമയിലെ പത്മരാജൻ സംവിധാനം ചെയ്ത കൂടെവിടെ എന്ന സിനിമയിലെ ആടിവാക്കാറ്റെ പാടിവാക്കാറ്റെ പൊന്നുരുകും പൂക്കാലം എന്നീ ഗാനങ്ങളാണ്. 1983 ഗാനമാണ്. 86 നേരം പുലരുമ്പോൾ എന്ന സിനിമയിൽ ONVയുടെ ഒരു കവിതയ്ക്ക് തന്നെ ജോൺസൺ സംഗീതം നൽകിയിട്ടുണ്ട്. എൻ്റെ മൺവീണയിൽ കൂടണയാനൊരു മൗനം പറന്നു പറന്നു വന്നു എന്ന്. 86 തന്നെ വീണ്ടും പത്മരാജനും ONVയും ജോൺസണും ഒന്നിക്കുന്നു നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ എന്ന സിനിമയിൽ. അതിൽ അതിമനോഹരമായ 2 പാട്ടുകളുണ്ട്. പവിഴം പോൽ പവിഴാധരം പോൽ, അതുപോലെ ആകാശമാകെ എന്ന ഗാനം. ആ ഗാനം നമ്മൾ മെഡ്ലിയിൽ പാടുന്നുണ്ട്. പവിഴം പോൽ പവിഴാധരം പോൽ എന്ന ഗാനം എങ്ങനെയാണ് നമ്മൾ ഒഴിവാക്കുക? 76 മുതൽ 94 വരെയുള്ള കാലഘട്ടത്തിൽ എങ്ങനെ ആ ഗാനം ഒഴിവാക്കും? പക്ഷെ നമുക്ക് ഒരു പാട്ട് ONV ജോൺസൺ കൂട്ടുകെട്ടിൽ വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഞാൻ എടുക്കുന്ന ഒരു ഗാനമുണ്ട്. 1987 പുറത്തിറങ്ങിയ ഭരതൻ്റെ ഒരു മിന്നാമിനുങ്ങിൻ്റെ നുറുങ്ങുവെട്ടം എന്ന സിനിമയിൽ അതിമനോഹരമായ 2 ഗാനങ്ങളുണ്ട്. പൂ വേണം പൂപ്പട വേണം പൂവിളി വേണം എന്ന്. പക്ഷേ അതിലെ അടുത്ത ഗാനം മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി എന്ന ഗാനം ONV ജോൺസൺ അറ്റ് ദ ബ്രില്യൻറ്റ് ബെസ്റ്റ്. പവിഴം പോൽ പവിഴാതരം പോൽ എന്ന പാട്ടിനെ എജക്റ്റ് ചെയ്യാവുന്ന ഒരു പാട്ടുണ്ടെങ്കിൽ അത് ഈ പാട്ടായിരിക്കണം. മണികണ്ഠദാസ് പാടുന്നു. പടം തെല്ലൊതുക്കി അല്ലിയാമ്പൽ പൂവിനെ തൊട്ടുണർത്തി ഒരു കുടന്ന നിലാവിൻ്റെ കുളിരു പോരി നെറുകയിൽ അരുമയായി കുടഞ്ഞതാരോ മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി. ഇടയൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞോരീണം ഒരു മുളം തണ്ടിലൂടൊഴുകി വന്നു. ഇടയൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞോരീണം ഒരു മുളം തണ്ടിലൂടൊഴുകി വന്നു. ആയർപ്പെൺ കിടാവേ നിൻ പാൽക്കുടം തുളുമ്പിയതായിരം തുമ്പപ്പൂവായി വിരിഞ്ഞു. ആയിരം തുമ്പപ്പൂവായി വിരിഞ്ഞു. മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി.
ഒരു മിന്നാമിനും നിന്റെ നുറുങ്ങു വെട്ടം കിളിവാതിൽ പഴുതിലൂടൊഴുകി വന്നു. ഒരു മിന്നാമിനും നിന്റെ നുറുങ്ങു വെട്ടം കിളിവാതിൽ പഴുതിലൂടൊഴുകി വന്നു. ആരാരുമറിയാത്തൊരാത്മാവിൻ തുടിപ്പു പോലാലോലം ആനന്ദ നൃത്തമാർന്നു. ആലോലം ആനന്ദ നൃത്തമാർന്നു. മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി അല്ലിയാമ്പൽ പൂവിനെ തൊട്ടുണർത്തി. ഒരു കുടന്ന നിലാവിൻ്റെ കുളിരു കോരി നിറുകയിൽ അരുമയായി ഉടഞ്ഞതാരോ. സൂപ്പർബ് മണി, സൂപ്പർബ് സൂപ്പർബ്. നമുക്ക് വേണ്ടി ഇത്രയും മനോഹരമായ ഒരു ഓർക്കസ്ട്ര ഇവിടെ ഒരുക്കി തന്ന നമ്മുടെ സംഗീതജ്ഞരെ, ഇവരില്ലെങ്കിൽ ഇന്നത്തെ പരിപാടിയില്ല. they deserve a big applause. ആദ്യം നമ്മുടെ കപ്പിത്താൻ ബിനു സ്വസ്തി. പരിചയപ്പെടുത്തലുകൾ ആവശ്യമില്ല, അദ്ദേഹത്തെ അറിയാത്തവരാരുമില്ല. അദ്ദേഹം അധ്യാപകനാണ്, സംഗീത അധ്യാപകനാണ്. ദോഹയിലെ ഏറ്റവും മ്യൂസിക്കൽ വേൾഡിൽ ഏറ്റവും പരിചിതമായ ഒരു മുഖമാണ്. ഇനി നമുക്ക് ഇവിടുന്ന് തന്നെ തുടങ്ങാം. ബിനു തിരുവനന്തപുരത്തുകാരനാണ്. സമീഷ് കൃഷ്ണ അദ്ദേഹം വടകരക്കാരനാണ്. നമുക്കറിയാം വടകര, തലശ്ശേരി, കണ്ണൂർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പാട്ടിൻ്റെ ഒരു സ്ഥലമാണ്. സമീഷിൻ്റെ അച്ഛൻ വളരെ പ്രശസ്തനായ ഒരു തബലിസ്റ്റായിരുന്നു, സംഗീതജ്ഞനായിരുന്നു. ബാബുക്കായുടെ ട്രൂപ്പിലെല്ലാം വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് സമീഷ് കൃഷ്ണയുടെ അച്ഛൻ. ഇനി മനോജ്, അദ്ദേഹം നമ്മുടെ കൂടെ കഴിഞ്ഞ വർഷവും ഉണ്ടായിരുന്നു. ഫോർട്ട് കൊച്ചിക്കാരനാണ്. റിതം പാഡിൽ മനോജ് അർജുനൻ മാസ്റ്ററുടെ അയൽവാസിയാണ്. ഇനി നമുക്കൊരു സർപ്രൈസ് ഉണ്ട്, ഒരു പ്ലസൻറ്റ് സർപ്രൈസ്. ഇവിടെ ഇരിക്കുന്ന മിസ്റ്റർ മുഹമ്മദ്, അദ്ദേഹം ശ്രീലങ്കക്കാരനാണ്. ഗിവ് ഹിം എ ബിഗ് ഹാൻഡ്. ബേസ് ഗിറ്റാറിൽ മുഹമ്മദ്. ഇനി ലീഡ് ഗിറ്റാറിൽ ആംഗ്ലിൻ, തൃശ്ശൂർക്കാരനാണ് ആംഗ്ലിൻ. വയലിനിൽ 3 പുലികൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. രജീഷ്, അദ്ദേഹം നമ്മുടെ കൂടെ കഴിഞ്ഞ വർഷവും കഴിഞ്ഞ സീസണിലും ഉണ്ടായിരുന്നു. അദ്ദേഹം കോഴിക്കോട്ടുകാരനാണ്. പിന്നെ സാബു, അദ്ദേഹം എറണാകുളത്തുകാരനാണ്. കൊച്ചിയുടെ അടുത്ത് തന്നെ പള്ളുരുത്തിക്കാരനാണ് സാബു. ഇനി നടുവിലിരിക്കുന്ന ജോയ് മാഷ്, അദ്ദേഹം ദേവരാജൻ മാസ്റ്ററുടെ ട്രൂപ്പിലെ വയലിനിസ്റ്റ് ആയിരുന്നു. ഗിവ് ഹിം എ ബിഗ് ഹാൻഡ്. ഇനിയും കഥകൾ പറയാനുണ്ട്, നമുക്ക് പിന്നീട് പറയാം. അടുത്തതായി രമേഷ്, അദ്ദേഹം മുതുവറക്കാരനാണ്. ഓടക്കുഴലിൽ രമേഷ് തൃശ്ശൂർ ജില്ലയിലെ മുതുവറ എന്ന സ്ഥലത്തെ സ്വദേശിയാണ് അദ്ദേഹം. ഇനി മോജിൻ, പത്തനംതിട്ടക്കാരനാണ്. പത്തനംതിട്ടക്കാരൻ മാത്രമാണ് ഇല്ലാതിരുന്നത്. മോജിൻ, കീബോർഡിൽ മോജിൻ. സിബിൽ, അദ്ദേഹം നമ്മുടെ ചാവക്കാട്ടുകാരനാണ്, തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട്ടുകാരൻ. ഇവരാണ് നമുക്ക് വേണ്ടി മനോഹരമായ ഓർക്കസ്ട്ര ഒരുക്കിയിട്ടുള്ളവർ. ഒരാളെ കൂടെ നമ്മളിവിടെ ഓർമ്മിക്കേണ്ടതുണ്ട്. നമ്മുടെ ഫസ്റ്റ് സീസണിൻ്റെ കപ്പിത്താനായിരുന്ന നമ്മുടെ ലത്തീഫ് ഭായ്, തലശ്ശേരിക്കാരനായ ലത്തീഫ് ഭായ്. രാഘവ മാഷിൻ്റെ മാഹിക്കാരനാണ് ശരിക്കും, പക്ഷേ രാഘവ മാഷിൻ്റെ വീടിൻ്റെ 2 കിലോമീറ്റർ അപ്പുറത്താണ് ലത്തീഫ് ഭായിയുടെ വീട്. അദ്ദേഹത്തിന് ഇപ്രാവശ്യം ഇവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിന് കൂടെ അദ്ദേഹത്തിൻ്റെ ആബ്സെൻസിൽ അദ്ദേഹം നമുക്ക് വേണ്ടിയിട്ട്, അദ്ദേഹത്തിന് നമ്മുടെ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് വളരെ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ചില ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാരണങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന് എത്താൻ കഴിഞ്ഞില്ല.